അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഉണ്ടാക്കുന്നത് ഞണ്ട് റോസ്റ്റാണ്. അപ്പം ഞണ്ട് ഞാൻ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിന് വേണ്ടുന്ന സവാള, കുറച്ച് കൊച്ചുള്ളി, ഒരു 2 പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി. ഞാൻ സാധാരണ തേങ്ങ അരച്ചിട്ടാണ് വെക്കുന്നത്. ഇതിപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇങ്ങനെ വെക്കണ, തേങ്ങ അരയ്ക്കാണ്ട്. കറി വെക്കാനുള്ള പാത്രം വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നല്ല ചൂടായിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ആവശ്യത്തിന്. വെളിച്ചെണ്ണ ഒന്ന് ചൂടാവട്ടെ. വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഉലുവ ഇടാം. കുറച്ച് ഉലുവ ഒന്ന് പൊട്ടട്ടെ. ഇതിലേക്ക് ഞാൻ സവാള ഇട്ടിട്ടുണ്ട്. ഇനി ബാലൻസും കൂടി ഇടാം. ഇട്ടിട്ട് കാണിച്ചു തരാം. ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കാം. സവാളയ്ക്ക് ആവശ്യത്തിനൊന്ന് വഴണ്ട് വരെ. ഉള്ളി ഒരുവിധം വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് തക്കാളി ഇടാം. ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചേക്കുന്നു. രണ്ടും കൂടി ഒന്ന് ഒന്ന് നല്ലപോലെ വഴണ്ടിട്ട് എന്നിട്ട് ബാക്കി മസാല ഇടുക. ഉള്ളിയും തക്കാളിയും എല്ലാം ഒന്ന് സെറ്റായിട്ടുണ്ട്. അപ്പം ഇച്ചിരി ഗരം മസാല ഇച്ചിരി മതി, ഒരു കുരുമുളക് ഇച്ചിരി, പിന്നെ ഒരു പിഞ്ച് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി. അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ ആവശ്യത്തിന് എത്രയാണെന്ന് ചെയ്തോളൂ. ഞാനിപ്പോൾ എനിക്ക് എത്ര അളവാണ്, ഓരോരുത്തരുടെയും ക്വാണ്ടിറ്റിക്ക് എത്ര വേണ്ടതെന്ന് വെച്ചാൽ അതനുസരിച്ച് ചെയ്താൽ. ഇപ്പോൾ ഞാൻ ഇതിനാവശ്യമായിട്ടുള്ളത് ചേർക്കുന്നുണ്ട്. അങ്ങനെ അതിൻ്റെ ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് പച്ചമണം പോട്ടെ. അതുവരെ ഒന്ന് നല്ലപോലെ ഇളക്കി ഇതുമായിട്ട് യോജിപ്പിക്കാം. ഒരു കയ്യിൽ ക്യാമറയും ഒരു കയ്യിൽ ചെയ്യുന്നതുകൊണ്ടാണ് ഇങ്ങനെ ചാടി പോണേ. അപ്പോൾ ഇതൊന്നും ആവട്ടെ. എന്നിട്ട് നമുക്ക് ഇതിനകത്തിന് ഞണ്ട് പറക്കി ചേർക്കാം. അപ്പോൾ ഇതായിട്ടുണ്ട്. ഇതിൻ്റെ പരുവെന്ന് പറഞ്ഞാൽ ചട്ടിയിൽ നിന്ന് ഓടി കളിക്കുന്നില്ല, ഇങ്ങനെ വിട്ടിട്ട് അതാണ്. അപ്പോൾ ഇതിലേക്ക് ഇനി നമുക്ക് ഞണ്ട് ചേർക്കാം. ഞണ്ട് ചേർത്തിട്ടുണ്ട്. നല്ലപോലെ ഇളക്കി യോജിപ്പിക്കാം. നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് കുക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഞണ്ട് കറി എന്തായാലും നോക്കാം. നല്ല മണം വരുന്നുണ്ട്. തുറന്ന് നോക്കാം. നല്ല സൂപ്പറായിട്ടുണ്ട്. മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇളക്കി നമ്മുടെ കറി സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം എങ്ങനെയുണ്ടെന്ന്.